ഇന്ത്യൻ മിലിറ്ററി അത് ചെയ്തോളൂ. അതിനിവിടെ കേരളത്തിലുള്ള ആളുകൾ പരസ്പരം തമ്മിൽ തല്ലണ്ട. ഇന്ത്യൻ മിലിറ്ററിയുടെ നേർക്കുനേർ നിന്ന് വെടിവെക്കാൻ ധൈര്യമില്ലാത്ത ആ തെണ്ടികൾ സാധാരണക്കാരായ കുറേ പേരെ അങ്ങ് കൊന്നൊടുക്കി. ഹണിമൂൺ ആഘോഷിക്കാൻ പോയവരും ഭാര്യയും മക്കളും ഒത്ത് വെക്കേഷൻ ആഘോഷിക്കാൻ പോയവരുമെല്ലാം ഇന്ന് തോക്കിന്റെ മുന്നിൽ തീർന്നു. പ്ലാനിങ് ശരിയായിരുന്നെങ്കിൽ കാശ്മീർ ട്രിപ്പ് പോകേണ്ട ആളായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പെഹൽഗാമിൽ തന്നെയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. പെഹൽഗാമിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. ഈ ഒരു ആക്രമണത്തിന് ഒരു പ്രത്യേകത, മതം നോക്കിയാണ് വെടിവെച്ചിട്ടുള്ളത്. മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയാണ് കൊന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടെ ഈ നാറികൾക്കുണ്ട്. കാരണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവുകയും ചെയ്യും. പരസ്പരം ഇപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. ഇവിടെ കൊല്ലാൻ വന്നവൻ മുസ്ലിമാണ്, പക്ഷെ അവൻ പാകിസ്ഥാൻ മുസ്ലിമായിരുന്നു. ഇന്ത്യൻ മുസ്ലിമാണ് അവിടെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയത്. ആ നാട്ടിലെ മുസ്ലിങ്ങളാ തന്നെയായിരുന്നു അവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്ത്യൻ മിലിറ്ററിയോട് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഈ രക്ഷപ്പെട്ടവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. പാകിസ്ഥാനികളാണ് പ്രശ്നം. പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാൻ തീവ്രവാദികളും അവരൊന്നിച്ച് തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ പൊരുതുന്നത്. എന്തിന് തന്നെയാണെങ്കിലും ഏതോ ഒരു ചാനലിൽ ഇന്നലെ പറയുന്നത് കേട്ടു, പാകിസ്ഥാനി ഇനി ഓർമ്മയാവണമെന്നുള്ളത്. ആ രീതിയിൽ ചെയ്യണം. ഇന്ത്യൻ മിലിറ്ററി അത് ചെയ്തോളൂ. അതിനിവിടെ കേരളത്തിലുള്ള ആളുകൾ പരസ്പരം തമ്മിൽ തല്ലണ്ട. ഈ ഒരു വാർത്തയൊക്കെ 2-3 ദിവസം കൊണ്ട് അങ്ങ് തീരും. അതിനുള്ള പണി ഇന്ത്യൻ മിലിറ്ററി കൊടുത്തതായിട്ട് നമുക്ക് വേണ്ടതല്ലേ, അവർ കൊടുത്തോളൂ. ഇന്നോ നാളെയും കഴിഞ്ഞാൽ മറ്റന്നാൾ റൂട്ടിലിറങ്ങി നടക്കേണ്ട നമ്മളൊന്നും പരസ്പരം ഇവിടെ തമ്മിൽ ഫേസ്ബുക്കിൽ തമ്മിൽ തല്ലണ്ട. ഓരോ ഫേസ്ബുക്കിൽ ഓരോരുത്തരുടെ പോസ്റ്റും അതിൻ്റെ കമൻറ്റും കാണുമ്പോൾ സങ്കടമുണ്ട്. ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രവും മാത്രമല്ല അത് വെക്കേഷൻ സീസണും കൂടെ ആയിട്ട് കൂടി ഈ പെഹൽഗാമിൽ എന്തുകൊണ്ടാണ് ഈ പട്ടാളക്കാരെയൊന്നും വിന്യസിക്കാഞ്ഞാവോ? പട്ടാളക്കാരിൽ ഒരു 4-5 പട്ടാളക്കാരുണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു അപകടം ഒന്നും നടക്കില്ലേന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നടന്നാലല്ലേ നമ്മളെ നാടിനൊരു ഉണർവുണ്ടാവുള്ളൂ. അപകടം നടക്കണം. എന്ത് കഷ്ടല്ലേ. ഇത്രയും ഭംഗിയുള്ള പെഹൽഗാം എന്ന ഗ്രാമം, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാശ്മീർ, അതാണ് ഇപ്പോൾ ആ തീവ്രവാദികൾ നശിപ്പിച്ചു കളഞ്ഞത്. മരണപ്പെട്ടവരെ തിരിച്ചു നൽകാൻ എന്തായാലും ആർക്കും കഴിയില്ലല്ലോ. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ശക്തമായിട്ട് തന്നെ ഉണ്ടാവട്ടെ. മരണപ്പെട്ടവർക്ക് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.